ഹലോ ഫ്രണ്ട്സ്, കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയായ വേഴാമ്പലിൻ്റെ പ്രീഷ്യസായ കുറച്ച് വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശക്തമായ ചിറകുകളും ദൃഢതയേറിയ കൊക്കുകളുമാണ് ഇതിന് ഉള്ളത്. മറ്റു പക്ഷികളിൽ നിന്നും വളരെ വ്യത്യസ്തമായ സ്വഭാവമുള്ള പക്ഷികളാണ് വേഴാമ്പൽ. വേഴാമ്പലിൻ്റെ പ്രധാന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇവ സാധാരണമായി പഴങ്ങൾ, പുഴുക്കൾ, പ്രാണികൾ, ചില ഇനം ഇലകൾ എന്നിവയെല്ലാം ഭക്ഷണമാക്കുന്നു. വേഴാമ്പലിൻ്റെ ശാസ്ത്രീയ നാമം ബ്യൂസെറസ് ബൈകോർണിസ് എന്നാണ്. കാഴ്ചശക്തി കൂടുതലുള്ള പക്ഷിയാണ് വേഴാമ്പൽ. ഉയരത്തിൽ നിന്നും ഭൂമിയിലെ ചെറിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ ഇവയ്ക്ക് കഴിയും. ഈ പ്രത്യേകത വേഗത്തിൽ ഭക്ഷണം കണ്ടെത്തുന്നതിന് വേഴാമ്പലിനെ സഹായിക്കുന്നു. ഇന്ത്യൻ മഴക്കാടുകളിൽ വേഴാമ്പലുകൾ ധാരാളമായി കാണപ്പെടുന്നു. കൂടാതെ കേരളത്തിൽ അതിരപ്പള്ളി ഭാഗങ്ങളിൽ ധാരാളമായി വേഴാമ്പലുകൾ കാണപ്പെടുന്നുണ്ട്. 50 അടി ഉയരമുള്ള വൃക്ഷങ്ങളിലാണ് ഇവ കൂടുണ്ടാക്കുന്നത്. ഒരു കൂട് തന്നെ ഇവ വർഷങ്ങളോളം ഉപയോഗിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിൽ ഒരിണയുമായി മാത്രം ഒരുമിച്ച് ജീവിക്കുന്ന പക്ഷിയാണ് വേഴാമ്പൽ. ഇണ മുട്ടയിട്ട് അടയിരിക്കുന്ന സമയം ആൺകിളി ആഹാരം തേടി കണ്ടെത്തി കൂടിനുള്ളിലേക്ക് വെച്ചു കൊടുക്കുന്നു. മറ്റു പക്ഷികളിൽ നിന്നും വ്യത്യസ്തമായി ഇണയെയും കുഞ്ഞിനെയും ഒത്തിരി കെയർ ചെയ്യുന്ന ഒരു പക്ഷിയാണ് വേഴാമ്പൽ. പെൺപക്ഷി തൻ്റെ തൂവലുകൾ കൊണ്ടാണ് കുഞ്ഞുങ്ങൾക്ക് കൂടൊരുക്കുന്നത്. കൂട് അടച്ചതിന് ശേഷമാണ് ആൺപക്ഷി ഇര തേടി പുറത്തു പോകുന്നത്. ഇര തേടുന്നതിനിടയിൽ ആൺവേഴാമ്പലിന് എന്തെങ്കിലും സംഭവിച്ചാൽ പെൺവേഴാമ്പലും കുഞ്ഞുങ്ങളും കൂട്ടിൽ തന്നെ മരിച്ചു പോകുന്നു. 38 മുതൽ 40 ദിവസത്തിനുള്ളിൽ വേഴാമ്പലിൻ്റെ മുട്ടകൾ വിരിയുന്നു. കുഞ്ഞുങ്ങൾ പറക്കാറാകുമ്പോൾ ആൺവേഴാമ്പൽ കൂട് തുറന്ന് അമ്മയെയും കുഞ്ഞിനെയും സ്വതന്ത്രരാക്കുന്നു. ഈ സമയം പെൺവേഴാമ്പൽ പുതിയ തൂവലുകളൊക്കെ വന്ന് അതീവ സുന്ദരിയായിരിക്കും. ജീവിതത്തിൽ ഒരിണയുമായി മാത്രം ഒരുമിച്ച് ജീവിക്കുന്ന ഒരേ ഒരു പക്ഷി. ഇത്തരത്തിൽ അതിതീവ്രമായ ഒരു കുടുംബ ബന്ധം, ദൃഢത നിലനിൽക്കുന്നത് കൊണ്ടാവണം കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയായി മലമുഴക്കി വേഴാമ്പലിനെ തിരഞ്ഞെടുത്തത്. ശത്രുക്കളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ വേഴാമ്പലുകൾ മണിക്കൂറുകളോളം കൂടിനുള്ളിൽ തന്നെ ഒതുങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു പക്ഷിയാണ് വേഴാമ്പൽ. താങ്ക് യു ഫോർ വാച്ചിങ്.